നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 9-ാം തീയതി 1200-ാം ആണ്ട് വൃശ്ചിക മാസം 24-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്, ചന്ദ്രൻ്റെ ദിവസം, ചന്ദ്രവാരം അല്ലെങ്കിൽ തിങ്കളാഴ്ച. ഒരു ഗ്രഹങ്ങളോടും ശത്രുതയില്ലാത്ത ഒരു ഗ്രഹമേ ഉള്ളൂ, അത് ചന്ദ്രനാണ്. അതാണ് ശുഭദിനം എന്ന് പറയാൻ കാരണം. ഇന്നത്തെ നക്ഷത്രവും പൂരുരുട്ടാതി നക്ഷത്രമാണ്, അതായത് ശുഭനക്ഷത്രമാണ്. ശുഭനക്ഷത്രം, ശുഭദിനം. അപ്പോൾ ഇന്ന് ഈ രണ്ടും കൂടി ഒത്തു വന്നിരിക്കുന്നത് കൊണ്ട് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. ഇന്ന് നമുക്ക് എന്ത് കാര്യങ്ങൾക്ക് വേണോ ഇറങ്ങാം. ആഴ്ച ആരംഭമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ആഴ്ചയിൽ ചെയ്തു തീർക്കാനുണ്ട്. അതിൻ്റെ ആരംഭ ദിവസമാണ്. ആരംഭ ദിവസം നമുക്ക് നല്ല ദിവസം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ശുഭകാര്യങ്ങൾക്ക് നമുക്ക് ഇറങ്ങാം. അതുപോലെ തന്നെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ തിങ്കളാഴ്ച ദിവസവും കൂടി, തിങ്കളിന് വളരെ പ്രാധാന്യമുണ്ട്. തിങ്കളെന്ന് പറഞ്ഞാൽ വീട്, വാഹനം, അതുപോലെ വിദേശയാത്ര, അതുപോലെ സന്തോഷപ്രദമായ അവസ്ഥ, ഇവയ്ക്കൊക്കെ കൊള്ളാവുന്ന ദിവസമായതുകൊണ്ട് ശുഭകാര്യങ്ങളായിട്ടുള്ള വീട് വെക്കാനോ വസ്തു മേടിക്കാനോ അല്ലെങ്കിൽ വീട് പുതുക്കി പണിയാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു വർഷമായിരിക്കും. അതുപോലെ വാഹനം വാങ്ങാനോ വാഹനം കൊടുക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും കൊള്ളാം. വിദേശത്ത് ജോലിക്ക് പോകാനാവട്ടെ, അല്ലെങ്കിൽ വിദേശത്ത് നമുക്ക് മൈഗ്രേറ്റ് ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നവർക്കാവട്ടെ അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സാഹചര്യം ഒരുക്കി പ്രപഞ്ചശക്തി തന്നെ മനസ്സിലാക്കി തരുന്നതാണ്. നിനക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പം നിനക്ക് സമയമാണ്, നീ ഇറങ്ങിക്കൊള്ളുക എന്ന് മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. അതുപോലെ നല്ല ദിവസമാണ്, ഓരോ കാര്യത്തിന് ഇറങ്ങാം. എങ്കിലും നമ്മൾ ചില സമയങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് യാത്ര തിരിക്കുമ്പോൾ രാവുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. രാവുകാല സമയം ഇന്ന് വരുന്നത് തന്നെ, ജാതക സമയം ഇന്ന് രാവുകാല സമയം വരുന്നത് 8 മണി തൊട്ടാണ് രാവുകാലം ആരംഭിക്കുന്നത്. നമ്മൾ കലണ്ടറിൽ 7 മണി മുതൽ 9 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂർ തുടങ്ങിയ രാവുകാലം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. 8 മണിക്ക് രാവുകാലം തുടങ്ങുകയുള്ളൂ. 9 മണി 25 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്, 1.5 മണിക്കൂറോളം സമയം. ഒന്നുകിൽ 8 മണിക്ക് മുമ്പോ 9:25 ശേഷമോ ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങണം. ശുഭസമയമാണ്, ശുഭദിവസമാണെന്നൊക്കെ കൊണ്ട് നമ്മൾ രാവുകാലം യാത്രയ്ക്ക് അദ്ദേഹം തടസ്സം ചെയ്യാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്ന സമയത്തിൽ നമ്മൾ യാത്ര തുടങ്ങാതിരിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യത്തിനും എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. ശരിക്കും 1 മണി 43 മിനിറ്റ് തൊട്ട് 3 മണി 8 മിനിറ്റ് വരെ ഗുളികകാല സമയവും 10:51 തൊട്ട് 12:17 വരെ യമകണ്ഠകാല സമയവും. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:53 തൊട്ട് 12:41 വരെ 48 മിനിറ്റ് നേരമാണ്. ഈ സമയം നല്ല സമയത്തിൽ നല്ല സമയം എന്ന് വേണം നമുക്ക് പറയാം. ഈ സമയത്ത് നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാം. അതുപോലെ ഇന്നും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ശുഭ്രവസ്ത്രം വെച്ചാൽ വെളുത്ത കളറിലുള്ള വസ്ത്രധാരണം ചെയ്തുകൊണ്ട് പോകുന്നത് നന്നായിരിക്കും. ഷർട്ടായിട്ടോ പാൻറ്റായിട്ടോ ഏതെങ്കിലും, ഒന്നുമില്ല നമ്മൾ ഇൻ ചെയ്തൊക്കെ പോകുന്ന ബെൽറ്റ് ശരിക്ക് വൈറ്റ് കളറിലോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലോ ഉള്ള ബെൽറ്റ് കെട്ടിയാലും മതി. അല്ലെങ്കിൽ തന്നെ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു വൈറ്റ് കളറ് തുണി കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.